പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പോരാട്ടം കടുക്കും എന്ന് പറഞ്ഞത് ഞാനല്ല, സാക്ഷാൽ കനകോലുവാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ലക്ഷ്യയിൽ പ്രസന്റ് ചെയ്ത കോൺഗ്രസിന്റെ തന്നെ PR വിദഗ്ധന്റെ പേരാണ് കനകോലു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരമല്ല. 2, ക്രിസ്ത്യൻ കൺസോളിഡേഷൻ പൂർണ്ണമായിട്ടും UDF അനുകൂലമായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. ഈ രണ്ടും കനകോലുവിന്റെ പ്രസന്റേഷന്റെ ഭാഗമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? UDF ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന പ്രസന്റേഷനാണ് കനകോലു യഥാർത്ഥത്തിൽ ലക്ഷ്യയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിനെ മറ്റ് നേതാക്കൾ ഇടപെട്ട് തിരുത്തിച്ചു എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം കിടക്കുന്നത് നമ്മൾ 2006 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് LDF സർക്കാരിന് അഥവാ പിണറായി സർക്കാരിന് CPM-നും LDF-നും കിട്ടിയിരിക്കുന്ന വോട്ടുകളും മണ്ഡലങ്ങളുടെ കോൺഫിഡൻസും ഒന്ന് നോക്കൂ. 42 മണ്ഡലങ്ങളിൽ 20,000-ലധികം ഭൂരിപക്ഷമുണ്ട്. 69 മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിലാണ് ഭൂരിപക്ഷം. 14 മണ്ഡലങ്ങളിൽ 5,000-ന് മുകളിൽ. കോൺഗ്രസിന് എന്തെങ്കിലും ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ ഈ ഭൂരിപക്ഷത്തെ വെച്ചാണ് ഉള്ളതെങ്കിൽ ഈ 5,000-ന് മേൽ ഭൂരിപക്ഷമുള്ള 14 മണ്ഡലങ്ങൾ പോകുമെന്ന് പറയാം. 5,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള 16 മണ്ഡലങ്ങൾ മറിയുമെന്ന് പറയാം. അപ്പോൾ 30 മണ്ഡലങ്ങളാണ് തിരിച്ചു മറിയാൻ സാധ്യതയുള്ളത്. അപ്പോഴും UDF ലക്ഷ്യ കണക്ക് കൂട്ടുന്ന 85 സീറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കനകോലു പറഞ്ഞതുപോലെ ഒരു കൺസോളിഡേഷൻ സംഭവിച്ചു, ഒരു ഭരണവിരുദ്ധ വികാരമായ ഒരു ട്രെൻഡായിട്ട് ഇത് മാറാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? തദ്ദേശ തിരഞ്ഞെടുപ്പ് വെച്ച് എപ്പോഴും നിയമസഭയെ നമുക്ക് അളക്കാൻ കഴിയില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ 2010 പൂർണ്ണമായിട്ടും തൂത്തുവാരിയിട്ടും 580-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 8 ജില്ലാ പഞ്ചായത്തുകൾ സ്വന്തമാക്കിയിട്ടും 2011 ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരത്തിലേറാൻ പറ്റിയത് കേവലം 2 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ്. 72 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെയാണ് കണക്കിലെ കൗതുകം കിടക്കുന്നത്. 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് UDF 42 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 72 സീറ്റുകളിൽ കഷ്ടിച്ച് കടന്നുകൂടി. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസ് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 47 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായി. മൊത്തം ശരാശരി നോക്കിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് 55 സീറ്റുകളിലേക്ക് UDF ഒതുങ്ങുന്ന കാഴ്ച കണ്ടു. എന്താ ഇതിൻ്റെ സീക്രട്ട്? അവിടെ 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 2008-ലെ മണ്ഡല പുനർനിർണയം, നമ്പർ 2 BJP-യുടെ ഗ്രോത്ത്. ഇത് രണ്ടും മനസ്സിലാക്കാതെയുള്ള ഒരു അനാലിസിസ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് UDF കരുതുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതേപടി അങ്ങ് പറിച്ച് നിയമസഭയിലേക്ക് വയ്ക്കുമെന്നുള്ളത് പറയില്ല. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ പോകണമായിരുന്നു, കാസർഗോഡ് പോകണമായിരുന്നു, തിരുവനന്തപുരം പോകണമായിരുന്നു, കൊല്ലം പോകണമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ UDF-ന്റെ ഒരു വേവ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോഴും LDF-നോടൊപ്പമാണ്. 2010-ൽ 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം LDF-നോടൊപ്പം നിന്നിടത്ത് 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നും 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-നുമാണ്. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. 5% താഴെ വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പാർട്ടിയുടെ കാര്യമെടുത്താൽ 2% വോട്ട് വ്യത്യാസം മാത്രമേ കോൺഗ്രസും CPM-ഉമായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത്ര വലിയ തരത്തിലുള്ളൊരു തരംഗമോ UDF-ന് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടുതലായി രൂപപ്പെട്ടോ എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ 2008-ന് ശേഷമുള്ള മണ്ഡല പുനർനിർണയത്തിനു ശേഷം ഒരു വേവ് പ്രതിഭാസം UDF-ന് അനുകൂലമായിട്ട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അതുണ്ടായിരിക്കുന്നതാവട്ടെ LDF-ന് അനുകൂലമായിട്ടാണ്. ഇത് പറയാനുള്ള കാരണം 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വേവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായി. മണ്ഡല പുനർനിർണയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാധകമല്ലെന്ന് ഓർമ്മിക്കണം. എന്നാൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആ വേവ് ഉണ്ടായില്ല. എവിടെ പോയി? ഒരു വലിയ സുനാമിയായിട്ട് വന്ന 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2011 ആകുമ്പോഴേക്കും നിയമസഭയിൽ വരുമ്പോൾ ചെറുവോളമായി മാറി. ഇതെങ്ങനെയാണ് മാറിയത്? അവിടെയാണ് മണ്ഡല പുനർനിർണയത്തിന് ശേഷം സംഭവിച്ച വോട്ടിൻ്റെ സ്വഭാവം. അത് രണ്ടാമത്തത് 6% നിന്ന് 12% BJP-യുടെ വോട്ട് വിഹിതം 6% ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. 12% നിന്ന് ക്രമേണ 13, 14, 15% BJP വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ വോട്ട് നഷ്ടപ്പെടുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി. അതാണ് അവിടെ കണ്ടത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ 2ാം ഘട്ട ഒരു വികസനമാണ് കാണുന്നത്. അത് LDF-ന്റെ വോട്ട് കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് പ്രകാരം UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് തരംഗമുണ്ടാവാനുള്ള സാധ്യത ഈ കണക്കുകളെ വെച്ച് 2006 മുതലുള്ള കണക്കുകളെ വെച്ച് നമ്മുടെ മുന്നിലില്ല. ഇനി വിഷയമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, കടക്ക് പുറത്ത് ഏത് വിഷയത്തിന് പുറത്താണ് കടക്കേണ്ടത്? പുറത്ത് കടക്കേണ്ടത് ഏത് വിഷയത്തിന് പുറത്താണ്? ഒരു 4-5 വിഷയങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ നോക്കൂ, ഈ സർക്കാർ വികസന വിഷയമാണ്. ഞാൻ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വികസനമാണ് ഈ ചർച്ചയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കുന്നതെങ്കിൽ LDF സർക്കാരിന് അധികാരത്തിൽ തുടരുക അത്ര വലിയ ബുദ്ധിമുട്ടായി മാറുകയില്ല. പക്ഷേ
പ്രചരണം നടത്തുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്താണ് നടക്കുന്നതെങ്കിൽ അതിനെ CPM പ്രതിരോധിക്കേണ്ടി വരും. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ പാർട്ടി മെമ്പറല്ല, CPMന്റെ ഘടകകക്ഷിയല്ല SNDP എന്ന് പറയുന്നത്. SNDPയിലെ ഭൂരിപക്ഷം ആളുകളും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായം പിന്താങ്ങുന്നവരുമല്ല. മാത്രവുമല്ല, ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നയാളാണ്, അയാൾ ഒരു വർഗീയവാദിയാണെന്നൊരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ആകെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്ന രണ്ട് സംഘടനകളാണ്. ഒന്ന് DYFI, രണ്ടാമത്തത് യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ ഏത് കോൺഗ്രസ് നേതാവ് തുറന്നു പറഞ്ഞത്? പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായൊരു പ്രതികരണം നടത്തുന്നത് നിങ്ങൾ കണ്ടോ? അതേ പ്രതികരണം ഇല്ലായ്മയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഇത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ പക്ഷം. CPMും കോൺഗ്രസും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ വാചകത്തെ ഒരുമിച്ച് എതിർക്കേണ്ടതാ. എന്താ എതിർക്കാൻ ഭയം? ഈ ഈഴവ വോട്ടുകൾ എങ്ങോട്ട് പോകും, അത് BJPയിലേക്ക് കൂടുതൽ പോകുമോ എന്നുള്ള ഭയം ഒരേപോലെ കോൺഗ്രസിനെയും ഒരേപോലെ CPMനെയും അലട്ടുന്നു എന്നതല്ലേ വാസ്തവം. പക്ഷെ പലപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ CPMന്റെ ഘടകകക്ഷിയാണ് എന്ന മട്ടിലാണ് പ്രചരണം. അല്ല, വെള്ളാപ്പള്ളി നടേശനെതിരെ CPMും ആ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല, കോൺഗ്രസും ആ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ CPM ഇപ്പോൾ പറയുന്നത് ചില കാര്യങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുന്നു, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗോവിന്ദ മാഷ് പറഞ്ഞെന്താ? വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ല. കോൺഗ്രസിലെ ഏത് നേതാവാ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടായി. അതാണ് ആ പ്രചരണത്തിന്റെ രണ്ടാമത്തെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങളെ എതിർത്തു പറയുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് CPMലെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവ് പറഞ്ഞത് കാണിച്ചു തരാൻ പറ്റൂ? അതായത് ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇക്കഴിഞ്ഞ 5 വർഷങ്ങളിൽ CPMന്റെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗമോ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമോ, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമോ, സംസ്ഥാന സമിതി അംഗമോ, വേണ്ട ഒരു ജില്ലാ കമ്മിറ്റി അംഗം നടത്തിയത് പറയാമോ? ഇത് നമ്മുടെ മുന്നിലില്ല. പക്ഷേ പ്രചരണം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിന്റെ വിഷയമായിട്ട് മാറും. ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ട് കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ? ജമാഅത്തെ ഇസ്ലാമി എന്നാ വോട്ട് ചെയ്യുന്നത്? ആദ്യം 1987 85 വരെ മൗദൂദിസ്റ്റുകൾ വോട്ട് ചെയ്തിട്ടില്ലെന്നേ നമ്മുടെ ഈ രാജ്യത്ത്. അവർക്ക് ജനാധിപത്യ പ്രക്രിയ ഹറാമായിരുന്നു. 87 വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വ്യക്തമായും എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ്, ഫാസിസ്റ്റ്വാദികൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രബോധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 87. അതിനുശേഷം 1992 നരസിംഹറാവു സർക്കാർ നിരോധിക്കുന്നത് വരെ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. 92 ആരാ നിരോധിച്ചത്? കോൺഗ്രസ് പാർട്ടി. ആരായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ? നരസിംഹറാവു സർക്കാർ. അതിനുശേഷം ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിലും ഇടതുമുന്നണിയും പിന്നീട് പല ഘട്ടങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയും പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് പ്രാദേശികമായി. പക്ഷേ ഓപ്പണായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയെ വർഗീയമായിട്ടുള്ള അവരുടെ നിലപാടുകൾ കളഞ്ഞ പാർട്ടിയാണെന്നോ, അല്ലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അങ്ങനെയാണെന്നൊരു നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ പ്രാദേശികമായി പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. LDF, UDFും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനെ ഓപ്പണായി അംഗീകരിക്കുന്ന മട്ടിലേക്ക് എത്തിയിട്ടില്ലേ? കടക്കുപുറത്ത് എന്നുള്ളതുമായിട്ട് വരുമ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും. 5 കാര്യങ്ങളെ പറയുന്നുള്ളൂ. 4.25 ലക്ഷത്തോളം ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ വീട് വെച്ച് കൊടുത്തതിനാണോ കടക്കുപുറത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തി സർക്കാരിനെ പുറത്താക്കേണ്ടത്? 1190 പദ്ധതികൾ, 90,000 കോടി രൂപയ്ക്ക് കിഫ്ബി പദ്ധതികൾ ഓരോ നിയോജക മണ്ഡലത്തിലും അടക്കം നടപ്പിലാക്കിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 87 പേർക്ക് ഒരു ദിവസം എന്ന തോതിൽ ഈ പട്ടയം കൊടുത്തതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 119 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ ഇവിടെ PSC നിയമനങ്ങളടക്കം കൊടുത്തതിന് പേരിലാണോ ഇവിടെ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? 0.55% അതിദരിദ്രരെ പോലും കണ്ടെത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിയതിനാണോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട ധനവിഹിതം കുറയുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രതിപക്ഷത്തെയാണോ അധികാരത്തിലേറ്റേണ്ടത്? നമ്മളുടെ കടബാധ്യതയിൽ ഇപ്പോൾ 10ാം സ്ഥാനത്ത് മാത്രമാണ്. അതായത് നമ്മുടെ മുന്നിൽ 9 സംസ്ഥാനങ്ങളുണ്ട്. നികുതി വരുമാനത്തിൽ ദേശീയ ശരാശരിയേക്കാൾ 10% സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയതിനാണോ ഈ സർക്കാരിനെ പുറത്താക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ തുടരും. ഇനി അതല്ല, വർഗീയ പ്രചരണവും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള കുപ്രചരണങ്ങളുമാണ് തുടരുന്നതെങ്കിൽ മറിച്ചൊരു വിധി. പക്ഷേ അപ്പോഴും ഒരു തരംഗമുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അതാണ് കണക്കിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. ചർച്ച അവസാനിക്കുന്നു. പോരാട്ടം കടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. Meet the editors.